6-ാം മണി നമസ്കാരം ഇപ്പോഴും നിവർത്തിക്കുന്നു. ദാസൻ വിധി സമയത്താക്ഷി വിധി ദിവസേ ഗനിവാർ കൃപ ചെയ്യുക ദാസൻ വിധി സമയത്താക്ഷി വീച്ചോനി മശിഹ വിധി ദിവസേ ഗനിവാർ കൃപ ചെയ്യുക ദാസൻ വിധി സമയത്താക്ഷി വീച്ചോനി മശിഹ വിധി ദിവസേ ഗനിവാർ കൃപ ചെയ്യുക ലുക്കുമോറുത്തെ ശുഭഹത്തോലാബോ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടവും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള രാജ്യശക്തിയുമാകുന്നു എന്നേക്കുള്ളാകുന്നു. ആമേൻ. സ്ലീബായും പേടകളും പേറി മുള്ളിൽ മുടികേറ്റോനേ ദേവാ ദയ ചെയ്തിടണമേ. ദയ ചെയ്തിടണമേ. പരിഹാസം ചെയ്യുവാൻ തന്തലയിൽ മുള്ളിൽ മുടിയവരണിയിച്ചു ദേവാ ദയ ചെയ്തിടണമേ. തന്നെ കണ്ടപ്പോൾ പാകലോ ഇരുളാൽ പ്രഭ നീക്കി ദേവാ ദയ ചെയ്തിടണമേ. സ്ലീബായാൽ മർത്യരെ രക്ഷിപ്പാണോ ഉന്നതനെ സ്തോത്രം ദേവാ ദയ ചെയ്തിടണമേ. സൗമൻകാലോ ബാർഖ്യമോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പൂഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ അർപ്പിക്കുവാനിടയങ്ങൾ യോഗ്യരായി തീരണമേ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ മരണം മൂലം സുമനസാൽ കുരിശന്മേൽ വഹിച്ചവനായി സ്വശക്തിയാൽ സൃഷ്ടികളെ വഹിച്ചിരിക്കുന്നവനും ബലവാനും തന്റെ പുണ്യരക്തം ചീന്തി മനുഷ്യരുടെ കടച്ചീട്ട് ചീന്തി കളഞ്ഞ അദൃശ്യനും ഉന്നതനും സൃഷ്ടിക്കപ്പെടുകയും തൃക്കയാൽ നീട്ടലാൽ
ഭൂലോകത്തിന്റെ എല്ലാ അതിരുകളെ പിടിക്കുകയും ചെയ്ത നിർമ്മലനും സ്വമഹിമയുടെ ഉദയത്തിൽ നിന്ന് മാറാതെ ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഞങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെയും പശ്ചിമ ഭാഗത്തേക്ക് വാഹനമേറിയ പ്രകാശത്തിൻ്റെയും ഉദയത്തിൻ്റെയും നാഥനുമായ കർത്താവിനും തനിക്ക് മധ്യാഹ്ന പ്രാർത്ഥനയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഒടിയങ്ങൾ ആയുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. ആറു വചനങ്ങൾ കൊണ്ട് ലോകത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചു. തന്റെ ജ്ഞാനത്താൽ ക്രമപ്പെടുത്തിയ ജ്ഞാനമുള്ള സൃഷ്ടാവേ, നിനക്ക് സ്തുതി, നിനക്ക് കീർത്തനം. നിന്റെ പുത്രൻ നിന്റെ കഷ്ടാനുഭവത്തെ 6 ദിവസം കൊണ്ട് എല്ലാ സൂചനകളെയും നിറവേറ്റി സൃഷ്ടിയെ പുതുതാക്കി പരമ സ്വാതന്ത്ര്യം വെള്ളിയാഴ്ച അറുതിയില്ലാത്ത അനുസരണം കാണിച്ച് ആദ്യ പിതാവായ ആദാമിന്റെ ആജ്ഞാലംഘനത്തെ ഇല്ലായ്മ ചെയ്തു. ഏകജാതനായ ദൈവം വെള്ളിയാഴ്ച കുരിശന്മേൽ തൃക്കൈയിൽ നീട്ടി ആദിനായ ആദാം കുരിയോടെ കനിയിലേക്ക് കൈകൾ നീട്ടി. അവന്റെ കൈ അവനെ സ്വസ്ഥതപ്പെടുത്തിയില്ല. രക്തത്തിനും കൊലയ്ക്കും ദാഹിച്ചിരുന്ന കൊലപാതകന്മാരിൽ നിന്ന് അവന് വേണ്ടി കഷ്ടതയും കുരിശുമരണവും കൈക്കൊണ്ടു. കരിങ്കല്ലിനേക്കാൾ കഠിനമായിരുന്ന അവരുടെ ഹൃദയമുണ്ടായ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞില്ല. തന്റെ സ്വന്തം കൃത്യങ്ങളെ കുറിച്ച് ചാഞ്ചല്യമുണ്ടായതുമില്ല. ഏകജാതനായ വചനമായ ദൈവമാണെന്ന് കർത്താവ് കണ്ടിട്ടും അറിഞ്ഞിട്ടും തനിക്ക് വിരോധമായി പ്രതികൂലിച്ചതിനാൽ അവർക്ക് കഷ്ടം. തങ്ങളുടെ ആത്മാക്കളെ അവൻ സ്വാതന്ത്ര്യപ്പെടുത്തുകയോ അവരുടെ കൈ കഴുകുകയോ ചെയ്യാതെ അവരുടെ ഹൃദയ കാഠിന്യത്തിൽ അവർ നിലനിൽക്കുകയും കൊല ചെയ്യുവാനായിട്ട് അവർ ഒരുങ്ങുകയും ചെയ്തു. കുറ്റമില്ലാത്ത രക്തം ചിന്നിപ്പോകുന്നതിനും അവർ സന്നദ്ധരാകുകയും രക്ഷിതാവിന്റെ മേൽ കൈവച്ച് കുറ്റം ചുമത്തുകയും ചെയ്തു. അവർ തന്നെ ശുഷ്കാന്തിയോട് പിടികൂടി ന്യായവിധിക്കായി കൊണ്ടുചെന്ന് ന്യായാധിപനെ ഏൽപ്പിച്ചു. അവർ തന്നെ കുരിശ് ചുമപ്പിക്കുകയും ഗോൽഗുത്തയുടെ നേരെ കൊണ്ടുപോവുകയും ചെയ്തു. ഭൂമിയുടെ മധ്യത്തിൽ നാട്ടിയിരിക്കുന്ന കുരിശന്മേൽ കരയേറുകയും ചെയ്തു. കർത്താവേ, മഹിമയുടെ ശിരസിൽ അവൻ മുൾക്കിരീടം വയ്ക്കപ്പെടുകയും തിരുമുഖത്ത് തൂപ്പുകയും അധിക്ഷേപിച്ച് ചുവന്ന കുപ്പായം ധരിപ്പിക്കുകയും ചെയ്തു. അവർ തന്നെ കാടിയും കയ്പും കുടിപ്പിക്കുകയും തൃക്കൈകളിലും തൃക്കാലുകളിലും അണിനിറക്കുകയും ചെയ്തു. തന്റെ വിലാവിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തുകയും ജീവനെയും മരണത്തെയും സൂചിപ്പിക്കുന്ന ചോരയും വെള്ളവും അതിൽ നിന്ന് ഒഴുകുകയും ചെയ്തു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെ താൻ ഉന്നത ശബ്ദത്തിൽ അട്ടഹസിച്ച് പറഞ്ഞു. തന്റെ ശബ്ദത്താൽ ഭൂമി കുലുങ്ങുകയും പാറകൾ പൊളിയുകയും സൂര്യൻ ഇരുണ്ടുപോവുകയും തീക്കൽ പാറകൾ പൊട്ടിച്ചിതറുകയും ചെയ്തു. ദേവാലയത്തിന്റെ തിരശ്ശീല മുടി മുതൽ അടിവരെ കീറി. അഗ്നിമയന്മാർ അന്താളിക്കുകയും അഗ്നിമയന്മാർ വിറയ്ക്കുകയും സഹചാരികൾ പരിഭ്രമിക്കുകയും ദൂതന്മാർ വിസ്മയിക്കുകയും ക്രോബേന്മാർ വിറയ്ക്കുകയും തങ്ങളുടെ കർത്താവ് മരത്തിൽ തൂങ്ങപ്പെട്ടതായി കണ്ട് ശ്രോപ്പേന്മാർ ചൂളുകയും തന്റെ സൃഷ്ടാവിന്റെ നഗ്നത കാണാതിരിക്കുവാനായി സൂര്യൻ അതിന്റെ രശ്മികളെ മറച്ചുകളയുകയും ചെയ്തു. നിത്യപ്രകാശം മരത്തിന്മേൽ തൂക്കപ്പെടുന്നത് കാണുകയാൽ നട്ടുച്ചയ്ക്ക് അന്ധകാരം ഉണ്ടായി. ശിഷ്യന്മാർ ഓടി ഒളിക്കുന്നു, സ്നേഹിതന്മാർ ചിന്നിച്ചിതറുന്നു. ബ്രഖ്യായുടെ പുത്ര, ഉണർന്നെഴുന്നേൽക്കുക, ഇടയൻ അടിയേറ്റു, അവന്റെ ആടുകൾ ചിതറിപ്പോയി എന്നുള്ള ദീർഘദർശനം ഇതാ നിറവേറിയിരിക്കുന്നു. അഗ്നിമയന്മാരെവിടെ? അഗ്നിജാലെ ധരിച്ചിരിക്കുന്നവരെവിടെ? മീഖായേലേ, നിന്റെ വൈരാഗ്യം എവിടെ? അസൂര്യക്കാരുടെ ആയിരങ്ങളെ കൊല ചെയ്ത നിന്റെ വാൾ എവിടെ?
ദൂതന്മാരുടെ തലവനായ ഗബ്രിയേലേ, നിന്റെ ഉഗ്രത എവിടെ? ശിഷ്യന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ശക്തി പൂണ്ട് ധൈര്യം പെട്ട് ഒന്നിച്ചു കൂടുവിൻ. ഇന്ന് നിങ്ങളുടെ ഗുരു അടിയേൽക്കുന്നുവെങ്കിൽ ദീർഘദർശി അദ്ദേഹത്തെ കുറിച്ച് ഉദ്ഘോഷിച്ചിട്ടുള്ള പ്രകാരം ഞായറാഴ്ച താൻ ജീവിച്ച് ഉയർത്തെഴുന്നേൽക്കും. ശിമയോനേ, നീ എവിടെ ഓടിപ്പോകുന്നു? യോഹന്നാനേ, നീ എവിടേക്ക് ഓടുന്നു? ബർത്തൽമായി, നീ എവിടെ ഓടി വിളിക്കുന്നു? തോമായി, നീ എവിടേക്ക് മാറുന്നു? പീലിപ്പോസേ, നീ എവിടേക്ക് അകലുന്നു? അന്ത്രയോസേ, നീ എന്തിന് ദുഃഖിക്കുന്നു? യാക്കോബേ, നീ എന്തിന് വിലപിക്കുന്നു? ലാബി, നീ എന്തിന് കരയുന്നു? സ്ലീഹന്മാരെ, ചിതറിപ്പോവാനായിട്ട് നിങ്ങൾ വെമ്പാതെ. ഇന്ന് നിങ്ങൾ ഓടിപ്പോയാലും ഞായറാഴ്ച ഒന്നിച്ചു കൂടും. ഇന്ന് ഭയത്താൽ ഓടി ഒളിക്കുന്നതിനുള്ള ഓട്ടമാണ്, ഞായറാഴ്ച ആനന്ദത്തിനുള്ള കൂട്ടമാണ്. ഇന്ന് ഭയവും വിറയലും അത്രേ, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിന് വിലാപം, ഞായറാഴ്ച സന്തോഷവും ആനന്ദവും. നിങ്ങളുടെ ഗുരു ശവക്കല്ലറകളിൽ നിന്ന് ജീവിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് കേൾക്കുമ്പോൾ യൂതന്മാർ ദുഃഖിച്ച് വിലപിക്കും. ഇത് ഹേതുവായിട്ട് ഞങ്ങളുടെ മിശിഹാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ രക്ഷാകരമായ കഷ്ടാനുഭവ നാളിൽ കഷ്ടതയില്ലാത്തവരും ഉപദ്രവം അനുഭവിക്കാത്തവരുമായി ഞങ്ങളെ നീയാക്കി തീർക്കണമേ. എല്ലാ പാപവികാരങ്ങളിൽ നിന്നും ഞങ്ങൾ വേർപെടണമേ. നിന്റെ ദിവ്യശക്തിയാലും നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ വിശുദ്ധ റൂഹായുടെയും കൃപയാലും ഞങ്ങൾ ശത്രുവിന്റെ വ്യാപാരങ്ങളെല്ലാം ജയിക്കുമാറാകണമേ. ഓശോ വബുക്കൂല സുബാൻ ബാറയ്ക്കുമോ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ഭാഗ്യമോർ, ദൈവം ക്രൂശിൽ തൂക്കപ്പെട്ടിരിക്കുന്നു. സൃഷ്ടികൾ വിലപിച്ചു. പിലാത്തോസിന് മുമ്പായ തലകുനിച്ച് നിൽക്കുന്ന പുത്രനെ കണ്ടിട്ട് സ്വർഗീയ സൈന്യങ്ങൾ ഭയത്തോടും വിറയലോടും കൂടി നിന്നു. നാഥൻ പരിഹസിക്കപ്പെടുന്നത് കണ്ടിട്ട് സൂര്യൻ അതിൻ്റെ കിരണങ്ങൾ മറച്ചു കളഞ്ഞു. ഭൂമി വിറച്ചു, ആഴത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി. സൃഷ്ടികളെ വഹിച്ചിരിക്കുന്നവനെ നിന്യ മൺകട്ടായിരുന്നു കൊണ്ട് വിധിക്കുന്നു. ഭാഗ്യമോർ, കള്ളന്റെ വിശ്വാസം ഏറ്റവും ആർദ്യവുമാകുന്നു. മരത്തിൽ തൂക്കപ്പെട്ടിരിക്കുന്ന അവന്റെ നാഥനോട് അവൻ പാപപരിഹാരം യാചിച്ചു. അവന്റെ കൈകളും കാലുകളും ആടികളാൽ നിറയ്ക്കപ്പെട്ടു. എന്റെ അകൃത്യം ക്ഷമിക്കണമെന്ന് അവൻ പറഞ്ഞു. ശിമോൻ കീപ്പാ തന്നെ ഉപേക്ഷിച്ച് ഞാൻ അവനെ അറിയുന്നില്ല എന്നാണിട്ട് പറഞ്ഞു. യോഹന്നാനും മറ്റു ശിഷ്യന്മാരും തന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. എന്നാൽ കൊലപാതകൻ, കർത്താവേ, നിന്റെ രാജ്യത്തിൽ നീ എഴുന്നള്ളി വരുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് നിലവിളിച്ച് പറഞ്ഞു. തന്റെ സ്നേഹത്താൽ തിരുവുള്ളം തോന്നി ഞങ്ങൾക്ക് വേണ്ടി ജഡത്തിൽ കഷ്ടം അനുഭവിക്കും. 6 മണിക്കൂർ കുരിശന്മേൽ നഗ്നനായി കിടക്കുന്നതിനെ കാണാതിരുപ്പാനായി ആകാശത്തട്ടിൽ സൂര്യനെ അന്ധകാരപ്പെടുത്തുകയും തൻ്റെ ശബ്ദം കേട്ടപ്പോൾ പാറകൾ പൊളിയുകയും ശവക്കല്ലറകൾ തുറക്കപ്പെടുകയും ശവക്കല്ലറകൾ നിന്ന് അനേകം വാങ്ങിപ്പോയവർ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തവനായ പിതാവിൻ്റെ പുത്രനാകുന്ന തനിക്ക് സ്തുതി. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും പാപവീഴ്ച കൂടാതെ തിരുമുമ്പാകെ ഞങ്ങളെ നിർത്തണമേ. ഞങ്ങളുടെ ഈ ധൂപം കൈക്കൊണ്ട് ഞങ്ങളുടെ ആരാധനയുടെ ധൂപത്തിൽ പ്രസാദിക്കണമേ. ഞങ്ങളെല്ലായ്പ്പോഴും തനിക്കും തൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി പാടുമാറാകണമേ. മോറാൻ ബാലോഹാൻ ലവൽമേ. കർത്താവേ, നീ ദുഷ്ടന്മാരുടെ കൈകളാൽ സ്കീപ്പായിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നതിനെ മേലുള്ള ഇറയന്മാർ കണ്ട സമയത്ത് അവർ കൂട്ടം കൂട്ടമായി പരസ്പരം ചേർന്ന ദുഷ്ടന്മാരുടെ മേൽ ഇറങ്ങി
അവനെ ക്രൂശിക്കായി നടസിച്ച് ശപിക്കപ്പെട്ടവരെ നശിപ്പിക്കുവാൻ തിരക്ക് കൂട്ടി പാർക്കുമോ. ന്യായാധിപന്മാരുടെ ന്യായാധിപനെ വിസ്തരിച്ചു. മരണയോഗ്യനായ യേശുവിനെ ക്രൂശിക്കുവാൻ നടസിച്ചു. അവരുടെ ഓർമ്മയിലുണ്ടാകണം അവരെ മായ്ച്ചു കളയാൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്കായി നീറ്റൊരു പീഡ താഴ്ചകളേറ്റും ധന്യം നാഥാ. ഇരുളിൻ സുതരാമോടാത്മാക്കൾ ദൈവീകനാകും കുഞ്ഞാടിനയാ സ്കീപ്പോസായിൽ തരുവിൽ തൂക്കി ബഹുവാകും തൻ നന്മയ്ക്കെതിരാ കൈപ്പേറിയതാ ഒളിവിഞ്ഞേകി. യഹോദരദാരുണവൃത്തങ്ങൾ ഒരു ശൈലങ്ങൾ പൊട്ടിക്കീറി ഏതനിലാമീനെ നിർമ്മിച്ച പാടികളിന്മേലാണിതരേക്ക് കേളായുധർക്കുണ്ടായില്ല. ശിശുകേസരിയാ തരുവിൽ ചീറി ഇരുളേ സുതരാ ജമ്പുകരോടി ദുഷ്ടാത്മാക്കൾ വിസ്മയമാർന്നു. തന്നോടെ മകുടം നിപതിച്ചതിനാ പാവാധിപനാ സാത്താൻ കീണു. വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ മൃതികഷ്ടതകൾ കായ്വന്നോനെ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിൽ അൻപുണ്ടോ ഏണം ദേവാദേയുണ്ടാകേണം നാദാ കൃപതോ നീണമൻവാ യാഗാർത്തും ജീവനും ദൈവിക കുഞ്ഞാടേത്തി ആചാര്യന്മാരായി ക്രൂശകർ നിന്നു ഗോകുൽത്തായിൽ ശ്രീവായ തരുവിന്മേൽ തൂക്കി കല്ലേറ്റി കെട്ടിന്മീതെ ആഴം വിണ്ണെന്നിവകൾക്കിടയിൽ തോടായി നാട്ടി നിന്ന വീരൻ ഭൂലോകത്തിൽ ഭാരം താങ്ങാൻ ദേവാ ദേയുണ്ടാകേണം നാദാ കൃപതോ നേടമന്നാ. മാധ്യാനത്തിൽ കൂരിൽ കുന്നിച്ചിട്ടോടി ജ്യോതിസിന്മേൽ കോയ്മയവനെന്നതിനാൽ തേറി വെള്ളിൽ വെട്ടം തേജസ്വാഴ്ത്തിടാൻ മാഞ്ഞു ശ്രീബായേറ്റോന്മജനെന്നുലകം കണ്ടു
മധ്യാനത്തിൽ വൃക്ഷഫലത്തെ ആദാം തിന്നു ലേജാപൂർവം തൻ മൂഢതയിൽ കമ്പം പൂണ്ടാൻ ദേവാദേയുണ്ടാകേണം നാദാ കൃപതോ നേടമൻപാ വസ്ത്രം സർപ്പം റാഞ്ചിടുകയാൽ നൃപനെ സാത്താൻ പകലേ നുള്ളിൽ രാവുകരേറി സ്ഥാനം നേടി നഗ്നത പൂണ്ടോരുടയോനെ കണ്ടടിയാൻ സൂര്യൻ ഘോരാക്ഷേപം കാണായി വാത്തൻ നയനം ചിമ്മി നോഹി നാദൻ തൻ നഗ്നത കാണായി വാശേമം യാവേത്തും പോരവിയും മതിയും വദനം മോടി ദേവാ ദേവുണ്ടാകേണം നാദാ കൃപതോ നേടമൻപാ വീടുമ്പോൾ സൃഷ്ടികളിൽ ഞാനെങ്ങനെ ഉദിക്കും ചൊന്ന സൂര്യൻ മോഷകമധ്യനാഥനെ നഗ്നം ദർശിച്ചപ്പോൾ താൻ തേജസ്സിനെ എങ്ങനെ പകലോൻ വെളിവാക്കിയിടും ജ്യോതിർവ്യൂഹത്താൽ പൂർണ്ണമതാം തേജോ ഗോളം വൃക്ഷത്തിന്മേൽ നാഥനെ ദർശിച്ചന്തത പൂണ്ടു ദേവാദേയുണ്ടാകേണം നാദാ കൃപതോ നേടമൻപാ മധ്യാഹ്നേ നഗ്നതയാർന്ന പുത്രൻ സ്കീപാമേ ആദത്തെ കൊന്ന മഹാസർപ്പം പേടിച്ചാർത്തു ദൃഷ്ടാന്തേ ശിരഹസ്യം നിറയും ആശാവെള്ളി നിൻവൃത്താന്തം വർണ്ണിപ്പാൻ വദനം പോരാ ആറാം നാളിൽ പറുദീസിൽ നിന്നാദാം നീങ്ങി അന്നാളിൽ താൻ ദേവതനുജൻ സ്കീപായേറി ദേവാ ദേവുണ്ടാകേണം നാദാ കൃപതോ നേടമൻപാ ഭൂവാനം നിൻപീഡയിൽ ക്ലേശിച്ചു വാനോർ നിൻ താഴ്മയിലതിവിസ്മയമാർന്നു ദേവാ ദേവുണ്ടാകേണം നാദാ കൃപതോ നേടമൻപാ ബലികളെ നീക്കിയിടും തിരുബലിതൻ പുണ്യം നൽകിയിടും ബലിയെ സ്തോത്രം സ്ഥിതി ചെയ്യും സ്കീപാമേലേറ്റി വെള്ളി ദിനത്തിൽ വൻസുതരച്ചാർദൻ പാണികളത്യുഗ്രം കാലുകളും ലേശം കരളലിവന്നേ ആംഗ്യത്താൽ വാനോ വാഴവുമേന്തുന്നു തിരുവിഷ്ടം മൂലം സ്കീപായെ താനേന്തി ഈറന്മാർ ചോളും കാന്തിയേന്തുന്നു തരുവിന്മേൽ നഗ്നം വെള്ളിയതാം നാളിൽ സൃഷ്ടി
സൃഷ്ടികളും കേളു ജനതയുടെ കഷ്ടതകൾക്കാരോധനയേഹത്തെ പുത്രനു നിർമ്മിച്ചു സ്വർഗാത്മജനെ ഓർത്തുകരഞ്ഞ ജ്യോതിസാൽവാനും പാറകളാൽ പാരും മൃതരാശിയോളും തിരുമാത്മ്യം ഘോഷിച്ചു തന്മാത്മ്യത്തിൽ ഭാവമറിഞ്ഞീള അന്ധത പൂണ്ടേറ്റം ക്രൂശകസംഗം നിധി മുമ്പേറായി ചെന്നതുപോൽ പൂവിൽ വെള്ളിയതാ നാളിൽ കൂരിരുളേറി ദേശത്താൽ തൂക്കി കൊല്ലപ്പെട്ടോന ഏകസുരൻ പേർക്കായി രോദനമുണ്ടായി അന്ധജനത്തിനായി ബഹുകഷ്ടം നേർന്നാൽ അവരുടെ ആനന്ദം വ്യാധിയുമാതിയുമായി മാറി തൽപ്പെരുന്നാളെല്ലാം വിട്ട ജനത്തിൻ്റെ മോദത്തെ നീക്കും വ്യതയുണ്ടായി വെള്ളിൽ വംശത്തിൻ പതിയെ പറുദീസിൽ ആദാമേ നീയെന്നു വിളിച്ച ഏലോഹീം ലാമ ശബ്ദാനീത്യേവം തരുവിൽ ഘോഷിച്ച വെള്ളിയതാം വെള്ളിയിലാതെ സർപ്പം വഞ്ചിച്ചു തൽപ്പിഴേതാനും വെള്ളിയതാം നാൾ വായിച്ചു അന്ധതബോധത്തി ഏറ്റ ജനത്തിന്മേൽ വെള്ളിയതാം നാളിൽ സൂര്യനിരുണ്ടു തന്നെ വഹിച്ചോര തരുവിനാൾ കേണോ മുറവിളിയോടേവം ചെന്നു തുടങ്ങി കഷ്ടമെനിക്കേറ്റം ഞാനയ്യോ ദോഷി ദുഷ്പ്രതിദാനം ഞാൻ രക്ഷകനേകി മഴമഞ്ഞൻ നീവയാ അവരെന്നെ പോറ്റി അവതാരത്താൽ ഞാൻ അവനെ സ്കീപാമേലേന്തി സൃഷ്ടി സമൂഹത്തിൻ പതിയെ ക്രൂശിച്ച ദുര്യോധന്മാരെ ദോഷം ദോഷം പാർത്താൽ പാവനയാം ദാവീദിൻ തനയ തരുവിൽ ക്രൂശിതന ഏകാത്മജനെ വീർപ്പിടുമുൾക്കാമ്പോടേറ്റം രോധിച്ച ബാഷ്പം വർഷിച്ച മിഴികളിൽ നിന്നു തരുവിന്മേൽ തൂക്കി മാറുപിളർന്നോന്തൻ ചാരെ ചെന്നെത്തി സങ്കടപൂർവം ഭാഷിച്ച പാണിതലത്താൽ തൻ മാർവിൽ താടിച്ച് വിഹ്വലമാനസയ നിർമ്മലകേണു നിർബലയാമാട പ്രാവിഹരോദിച്ചു സ്നേഹിതനാകുന്തൻ
കഴുകനു വേണ്ടി തിരുവിഷ്ടത്തോടൻ മകനായോരീശ അതിമൃതികൾക്കായി പോയതുമെന്ത് ഉജ്ജ്വലതേജസ്സേ മഹിമാവേറും നിൻ രശ്മികളേവൻ വീശിടുവാൻ ധൈര്യം കാട്ടി വിഷ്ടഭവീരാനി കെട്ടപ്പെട്ടാരാ തരുവിന്മേൽ നീവാ നഗ്നത പൂണ്ടു ആരോധനനാദം ദൈന്യതയും പാരും സങ്കടവും വീർപ്പും സംഭ്രമിച്ചു മൗലി നമീപിച്ച് ചാചറുകുഞ്ഞുങ്ങൾ പോയ പിറാവേ പോൽ തേങ്ങിക്കേണ ക്രൂശിതനായി കുന്തം കൊണ്ടുപിളർന്നോനെ കണ്ടുൾ താവത്തോ അരികെ ചെന്നാശ്ലേഷിച്ച ലേരി പിടിച്ചുൾകാം പതിസന്താപത്താൽ ഗൽഗത സമ്പൂർണം സംസാരിച്ച രവിയോട് കൽപ്പിക്ക ഏകസുതാചാരി ഞാനണയട്ടെ നിന്റെ നിയോഗത്താൽ ഇരുളാർന്നീടട്ടെ ശ്രീഭാവൃക്ഷത്തെ ഞാൻ പുണരട്ടെ എൻ മകനെ ഞാൻ നിൻ അടികളെ മോത്തട്ടെ പ്രാണപ്രദനേ നിൻ സൗരഭ്യം ഞാനേൽക്കട്ടെ ദുർവൃത്തന്മാർ നിൻ നഗ്നത കാണായി വാ അന്ധത പോകട്ടെ തൽനയനങ്ങൾ ദൂതന്മാർ മുമ്പൻ ഗബ്രിയേലി വൈരാഗ്യം കേട്ടതുമെന്ത് ദുഷിയേൽക്കുന്നു നിന്നുടയോപായിൽ അഗ്നിമയാമൗനം പൂണ്ടതുമെന്ത് ഓമികായേനി തീഷ്ണതയെ കാണുക തന്റെ വിലാവിന്മേൽ തേജോനാഥൻ ശ്രീവായിൻ മേലേറി പാവനനേക്കും നീടാക്രൂശകരാത്തു നാശകരാ ചെന്നായ്ക്കൾ ചുറ്റി നിർമ്മലകും ഞാടതിനെ ചീന്തി ഇതമൊടുവേ വരയും വീണ്ടാൻ കുരിശ തേജസുതരാം ശിഷ്യന്മാർ പാഞ്ഞോടി കൂരിരുളട്ടെ യോമയനെ പിടികൂടി ദേശത്ത ക്രിയാപാലനും അന്യാനും വാമസദാധിപന യൂദായും ദക്ഷിണഭാഗാധിപനെ ക്രൂശിച്ചു ചൊല്ലുന്നു മരം കഷ്ടമെനിക്കെന്തുളവായി സൃഷ്ടിശനയൻ നീ ദേഹാ
കുരിശിച്ച മഴമഞ്ഞും നിറയാലവനെന്നെ പോറ്റി ഞാൻ അപകാരം ചെയ്തു മസിഹാദൻ ക്രൂശകരാ യൂതന്മാരെ കഷ്ടം ഉന്നത സുതരെ ദ്വേഷിച്ചതിനുമായ സകലർക്കും നന്മകൾ നീ അരുളി ആരോഗ്യം നീലർക്കും നൽകി പ്രതിഫലമാമേ എന്തിനീ പരിഹാസം ദോഷം ചെയ്തൻ യെരൂശലേം പുത്രികളെ എൻ പുത്രൻ ഗാദർക്കുപകാരം ചെയ്തു തുപ്പലിനാൽ കാഴ്ച കൊടുത്തന്ത് കരുളാൽക്കോ കമലതയും കാന്തസുരൻ മാരവനെ പ്രതിഫലമായി താടിച്ചു എങ്ങനെ ഞാൻ കീഴിടും തോഴികളും ഭാവനവാംസംഗവുമെന്നെ സ്കീപായി കാതകർ ചൂഴുന്നു ദോഷികൾ നിൻ ഹൃദയതിലുഴറുന്നു മൂകമത സൃഷ്ടിക്കേ മൂകതയോന്ന് മലരക്തം വീണതരെ ചേലയിടുന്നു കുഴിപ്പുളമേറ്റുക വലുതാ പാറകളെ ആക്കുക കല്ലുകളെ ശാസിപ്പിൻ ക്രൂശകരെ നിങ്ങൾ താനഗ്നൻ പ്രതികളെ ആംഗ്യത്താലിളകിടുവീൻ സൃഷ്ടികളെ പിതൃഭവന തായകളെ പ്രതിഭൂം സുതന സുതനേകൻ തമ്മിലിളക്കിടുവീൻ തിരുമഹിമാവേറ്റം നിരസിച്ച ക്രൂശകരെ ഭീകരമാ നെടുവീർപ്പാൽ ശാസിപ്പാൻ ഉഗ്രന്മാരാ വത്സലദൂതന്മാരെ തന്നഗ്നതകൾ എന്തരിയാതമരുന്നോ നിങ്ങളിൽ നാളുകൾ സോതോമിൽ നിന്ദിതരായി തൽപുരി തീക്കിരയായി വാനവരെ ക്ഷമയരുതേ ദോഷിയേറ്റി നന്നടയോ ചൂഴുന്നോരാ ദ്രോഹികളിൽ അത്യുന്നതരെ വൈരാഗ്യ തീച്ചുരുവി രക്ഷകനെ തൂക്കിയ ജനതയ്ക്കായി ചിറകുകളിൽ തീക്കനലേന്തിടുവി വാനവരെ തന്നാഗ്യം രോധിച്ച ക്ഷമയെന്ത് ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെ കൈ
കുടിപ്പവരയ്യോ നീട്ടി തന്നു കുടിപ്പാൻ കൈപ്പേറും പാനീയം വായിക്കുമ്പോൾ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവെങ്കിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ലമോറിയോ ശുഭഹോ അലൈൻ വലൈകുൻ റഹമാവ് ലവൽമീ എവൻഗേലിയോൻ ഖാദിശോദ് മൻലൂക്കോ സബറോനോ ഖബറാ നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ കൂട്ടിക്കൊണ്ട് ആസ്ഥാന മണ്ഡപത്തിലേക്ക് പോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ അടുക്കൽ കൂട്ടി അവർ അവൻ്റെ ഉടുപ്പ് മാറ്റി ഒരു ചുവന്ന കുപ്പായം ധരിപ്പിച്ചു. മുള്ളുകൾ കൊണ്ട് ഒരു കിരീടമുണ്ടാക്കി യേശുവിൻ്റെ തലയിൽ വെച്ചു. അവർ വലത്തെ കയ്യിൽ ഒരു കോലും കൊടുത്ത് മുമ്പിൽ മുട്ടുകുത്തി പരിഹസിച്ചു. അഭിവാദ്യം ചെയ്യുവാനും വന്ദിപ്പാനും തുടങ്ങി. യഹൂദന്മാരുടെ രാജാവേ സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ കർണത്ത് അടിക്കുകയും ചെയ്തു. അവർ യേശുവിൻ്റെ മുഖത്ത് തുപ്പുകയും കോലുകൊണ്ട് തലയിലടിക്കുകയും ചെയ്തു. പീലാത്തോസ് വീണ്ടും പുറത്തേക്ക് വന്നവരോട്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇതാ ഞാൻ ഇവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കി വിടുന്നു. അപ്പോൾ യേശു തമ്പുരാൻ മുൾക്കിരീടവും രക്താംബരവും ധരിച്ച് പുറത്തേക്ക് ചെന്നു. പീലാത്തോസ് അവരോട്, ഇതാ ആ മനുഷ്യനെന്ന് പറഞ്ഞു. പ്രധാനാചാര്യന്മാരും സംഘവും യേശുവിനെ കണ്ടപ്പോൾ ഇവനെ കുരിശിക്കുക കുരിശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി കുരിശിൽ തൂക്കിക്കൊള്ളുവീൻ, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, ഇവൻ തന്നെ ദൈവപുത്രനാക്കിയിരിക്കൊണ്ട് ഞങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് മരണത്തിന് യോഗ്യനാകുന്നു. പീലാത്തോസ് ഇത് കേട്ടപ്പോൾ വളരെ ഭയപ്പെട്ടു. അവൻ പിന്നെയും ആസ്ഥാന മണ്ഡപത്തിലേക്ക് പ്രവേശിച്ച് യേശുവിനോട്, നീ എവിടെ നിന്ന് വന്നവനാകുന്നു എന്ന് ചോദിച്ചു. യേശുവാകട്ടെ മറുപടി ഒന്നും പറഞ്ഞില്ല. പീലാത്തോസ് യേശുവിനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? നിന്നെ വിട്ടയപ്പാൻ എനിക്ക് അധികാരമുണ്ട്, കുരിശിൽ തറപ്പാനും എനിക്ക് അധികാരമുണ്ട്. ഇത് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ മറുപടിയായിട്ട് പീലാത്തോസിനോട്, മുകളിൽ നിന്ന് നിനക്ക് ലഭിക്കാതിരുന്നെങ്കിൽ എൻ്റെ മേലൊരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് എന്നെ നിന്നിൽ ഏൽപ്പിച്ചവൻ്റെ പാപം നിൻ്റേതിനേക്കാൾ വലിയതാകുന്നു. ഇത് നിമിത്തം പീലാത്തോസ് യേശുവിനെ വിട്ടയപ്പാൻ ആഗ്രഹിച്ചു. എന്നാലോ യഹൂദന്മാർ അവനെ വിട്ടയച്ചാൽ നീ കൈസറിൻ്റെ സ്നേഹിതനല്ല, എന്തെന്നാൽ സ്വയം രാജാവാകുന്നുവെന്ന് പറയുന്ന ഏവനും കൈസറിന് വിരോധിയാകുന്നു. പീലാത്തോസ് ഇത് കേട്ട് യേശുവിനെ വീണ്ടും പുറത്തു കൊണ്ടുവന്നിട്ട് എബ്രായ ഭാഷയിൽ ഗിപ്തോ എന്ന് പറയപ്പെടുന്നതായി കൽത്തളമെന്ന് പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിന്മേലിരുന്നു. അത് പെസഹായുടെ വെള്ളിയാഴ്ചയായിരുന്നു. സമയം ഏകദേശം 6 മണിയുമായിരുന്നു. അവൻ യഹൂദന്മാരോട്, ഇതാ നിങ്ങളുടെ രാജാവ്. അവരാകട്ടെ, ഇവനെ നീക്കിക്കളക എന്ന് ആർത്തു. പീലാത്തോസ് അവരോട്, ഞാൻ നിങ്ങളുടെ രാജാവിനെ കുരിശിൽ തൂക്കണമോ എന്ന് ചോദിച്ചു. പ്രധാനാചാര്യന്മാർ, കൈസറല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല എന്ന് പറഞ്ഞു. അനന്തരം അവൻ യേശുവിനെ കുരിശിൽ തൂക്കുവാനായിട്ട് അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ പരിഹസിച്ച ശേഷം അവർ ചുവന്ന കുപ്പായം മാറ്റി സ്വന്തം വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കുവാൻ കൊണ്ടുപോയി. യേശുവിനെ സ്വന്തം കുരിശ് ചുമപ്പിച്ചുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോഗുൽഥ എന്ന് വിളിക്കപ്പെടുന്നതായി തലയോട്ടിടമെന്ന് പേരുള്ള സ്ഥലത്തേക്ക് നടത്തിക്കൊണ്ടുപോയി. യേശുവിനെ കൊണ്ടുപോകുന്ന അവസരത്തിൽ
അലക്സന്ത്രയോസിൻ്റെയും രൂഫോസിൻ്റെയും പിതാവായി ഗ്രാമത്തിൽ നിന്ന് വന്ന് വഴി കടന്നുപോയ കുറേനക്കാരൻ ശീമോൻ എന്നൊരുവനോട് യേശുവിൻ്റെ കുരിശ് താങ്ങുവാൻ നിർബന്ധിച്ചു. യേശുവിൻ്റെ പുറകിൽ നിന്ന് താങ്ങുവാൻ തക്കവണ്ണം കുരിശ് അവൻ്റെ മേൽ വെച്ചു. അനേക ജനങ്ങളും മുറയിട്ട് വിലപിച്ചുകൊണ്ട് സ്ത്രീകളും അവനെ അനുഗമിച്ചു. യേശു അവരുടെ നേരെ തിരിഞ്ഞിപ്രകാരം പറഞ്ഞു: യെരൂശലേം പുത്രിമാരെ, നിങ്ങളെന്നെക്കുറിച്ച് കരയേണ്ട, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മക്കളെക്കുറിച്ചും കരവീൻ. എന്തെന്നാൽ ഇതാ ബന്ധികൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും കുടിപ്പിക്കാത്ത മുലകൾക്കും ഭാഗ്യമെന്ന് പറയേണ്ടി വരുന്ന ദിവസങ്ങൾ വരുന്നു. അപ്പോൾ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുവീനെന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവീനെന്നും നിങ്ങൾ പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇപ്രകാരം പ്രവർത്തിച്ചുവെങ്കിൽ ഉണങ്ങിയതിനോട് എന്തായിരിക്കും? ദുഷ്കർമ്മികളായി വേറെ 2 പേരെ കൂടെ അവനോടുകൂടെ കൊല്ലുവാൻ കൊണ്ടുപോയിരുന്നു. അനന്തരം അവർ അവനെ തലയോടണമെന്നർത്ഥമുള്ള ഗോകുൽത്ത എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവർ അവന് കയ്പരസം കലർത്തിയ വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു. അവനത് സ്വീകരിച്ചില്ല. അനന്തരം അവർ തലയോടമെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടെ യേശുവിനെ മധ്യേയും വലത്തുമിടത്തുമായി 2 കള്ളന്മാരെയും കൂടെ അവനോടൊരുമിച്ച് കുരിശിച്ചു. അധർമ്മികളുടെ കൂട്ടത്തിൽ അവൻ ഗണിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുള്ള തിരുവെഴുത്ത് നിവർത്തിതമായി. അവർ കുരിശിൽ തൂക്കിയ ശേഷം അവൻ്റെ മരണശിക്ഷാ കാരണത്തെ തലയ്ക്ക് മുകളിലായി എഴുതി. അവർ അവിടെ ഇരുന്ന് അവനെ കാത്തു. യേശുവാകട്ടെ, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ തങ്ങൾ പ്രവർത്തിക്കുന്നതെന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അവൻ്റെ കുരിശിൽ പീലാത്തോസ് ഒരു പലക എഴുതി വെച്ചു. അത് ഇപ്രകാരമായിരുന്നു: ഇവൻ യഹൂദന്മാരുടെ രാജാവായ നസ്രയത്തുകാരൻ യേശു. യേശുവിനെ കുരിശിൽ തൂക്കിയ സ്ഥലം പട്ടണത്തോട് സമീപമായിരുന്നുകൊണ്ട് ഈ എഴുത്ത് യഹൂദന്മാരിൽ പലരും വായിച്ചു. അതിൽ എബ്രായ ഭാഷയിലും അറമായ ഭാഷയിലും ലത്തീൻ ഭാഷയിലും എഴുതിയിരുന്നു. പ്രധാന ആചാര്യന്മാർ പീലാത്തോസിനോട് ഇവൻ യഹൂദന്മാരുടെ രാജാവാകുന്നുവെന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവാകുന്നുവെന്ന് ഇവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസ് അവരോട്, ഞാൻ എഴുതിയത് തന്നെ എന്ന് പറഞ്ഞു. പടയാളികളാകട്ടെ യേശുവിനെ കുരിശിൽ തൂക്കിയതിന് ശേഷം അവൻ്റെ വസ്ത്രങ്ങളെ എടുത്ത് ഓരോരുത്തരും ഓരോ അംശം വീതം 4 ഭാഗിച്ചു. അവൻ്റെ അങ്കിയോ തയ്പ് കൂടാതെ മുകൾ മുതൽ മുഴുവനും നെയ്തു തന്നെ ആയിരുന്നു. അവർ പരസ്പരം, നാം ഇതിനെ കീറേണ്ട, അതാർക്ക് കിട്ടുമെന്ന് നറുക്കിടാം. എൻ്റെ വസ്ത്രങ്ങളെ അവർ പങ്കിട്ടു, എൻ്റെ അങ്കിക്കായിട്ട് നറുക്കിടുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള തിരുവെഴുത്ത് ഇങ്ങനെ നിവർത്തിയായി. പടയാളികൾ അപ്രകാരം പ്രവർത്തിച്ചു. ജനങ്ങൾ നോക്കിക്കൊണ്ടു നിന്നു. ആ വഴിയെ കടന്നുപോയവർ കൂടിയും അവനെ ദുഷിക്കുകയും തലകുലുക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തു: ദേവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് അതിനെ നിർമ്മിക്കുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. അപ്രകാരം തന്നെ പ്രധാനാചാര്യന്മാരും സാധുക്യരും പരിഹസിച്ചുകൊണ്ട് പരസ്പരം പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, എന്നാൽ തന്നെത്താൻ രക്ഷിപ്പാൻ അവന് കഴിയുന്നില്ല. ഇസ്രായേലിൻ്റെ രാജാവായ മെസ്സിയ ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ നമുക്ക് കണ്ട് വിശ്വസിക്കാം. അവൻ ദൈവത്തെ ശരണം പ്രാപിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ അവന് അവനോടനുബന്ധിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന ദുഷ്കർമ്മികളിൽ ഒരുവൻ അവനെ നിന്ദിച്ചുകൊണ്ട്, നീ മശിഹാകുന്നുവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുകാരൻ അവനെ ശാസിച്ചവനോട്, ഒരേ ശിക്ഷാവിധിയിൽ തന്നെ പെട്ടിരുന്നിട്ടും നീ ദൈവത്തെ
കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ യേശുവിനോട് അവൻ യേശുവിനോട് എൻ്റെ കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവനോട്, നീ ഇന്ന് എന്നോട് ഒരുമിച്ച് പറുദീസായിലിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം 6 മണി സമയമായിരുന്നു. 6 മണി മുതൽ 9 മണി വരെ ഭൂമിയിലെല്ലായിടവും ഇരുട്ടുണ്ടായി. സൂര്യൻ അന്ധകാരപ്പെടുകയും ചെയ്തു. നമ്മുടെ കർത്താവിന് ആരാധന. നിൻ വരവിൻ മഹിമ ദിവസത്തിൽ നെയ്യുന്നതുപോൽ നാദ നിൻ വരവിൻ മഹിമ ദിവസത്തിൽ നെയ്യുന്നതുപോൽ നാദ നിൻ വരവിൻ മഹിമ ദിവസത്തിൽ നെയ്യുന്നതുപോൽ ലുക്കുമോറുത്തെ ശുഭത്തോലാവോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്നുള്ള രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. സ്കിപ്പായാൽ ക്രോശകിയേമാ ഈശോനെ മശിഹ കോട്ടയുമഭയവുമാ നിൻ സ്ലീവാസ്കിപ്പായാൽ ക്രൂശകിയേമാ ഈശോനെ മശിഹ കോട്ടയുമഭയവുമാ നിൻ സ്ലീവാസ്കിപ്പായാൽ ക്രൂശകിയേമാ ഈശോനെ മശിഹ കോട്ടയുമഭയവുമാ നിൻ സ്ലീവാ സ്തുതിയും മാനം താരേനും മഹിമ വന്ദനകൾ ശുദ്ധ മാവീനും ഉണ്ടാ ഉൾകൃപവാദികള ഞങ്ങളിലും മേലുൾ ഓരശിലേ വാതിൽ സ്തോത്രം
കർത്താവേ സ്തോത്രം, കർത്താവേ നിത്യ ശരണമേ സ്തോത്രം. ബാരക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷിപ്പിക്കരുതേ, രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമാകുന്നു. ആമീൻ. സന്ദർശിപ്പാനാഗതനാം സൽസുതനെ ദ്രോഹികളൊപ്പം ദോഷികളെന്നെ ദേവസനു ദാഹിച്ചപ്പോൾ പുളിവീഞ്ഞും കൈപ്പും നൽകി നിറവേറി നിബിതൻ വാക്യം. തൻ വസ്ത്രത്തെ പങ്കിട്ട ചീട്ടിട്ട തന്നംഗീകാർ. വിശ്വസ്ത സഭാ മക്കൾക്കായി ശ്രീവാകൽപ്പിയലും വലുതാ ആയുധമായി തീർത്തോൻ ധന്യൻ. ദുഷ്ടൻ തൻ സേനകളിൽ വിശ്വാസിയാം വിമലസഭ യാകട്ടെ ശ്രീപാകോട്ട. ബാരക്കുമോ കാദീശോ എന്നോലം ശ്രീവായ സുരക്ഷിതയായി ശ്രീവായെ വെടിയാത്തതിനാൽ ശ്രീവായതിനെ കാക്കുന്നു. നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യയോട് വിടാതെ കരയേറ്റുവാനൊടിയങ്ങൾ യോഗ്യരായി തീരണമേ. ദൈവിക സ്വഭാവത്തിൽ സർവോന്നതനും അദൃശ്യനും ഞങ്ങൾക്ക് വേണ്ടി സ്വമനസാൽ പീഡയേൽപ്പാൻ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നവനായി പീഡകളിൽ നിന്ന് അകന്നിരിക്കുന്നവനും ഞങ്ങളെ രക്ഷിപ്പാൻ സദയം ജഡത്തിൽ മരണമാസ്വദിച്ച അമരണനും പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് കരുണയോടെ ഞങ്ങളെ വേർപെടുത്തുവാനായിട്ട് ന്യായസ്ഥലത്ത് പീലാത്തോസിൻ്റെ മുമ്പാകെ നിന്ന ന്യായാധിപതിമാരുടെ ന്യായാധിപതിയും ഞങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചവനായി പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനുമായ കർത്താവിന് സ്തുതി. തനിക്ക് വലിയ വെള്ളിയാഴ്ച 9-ാം മണി നമസ്കാരം ഞങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടിരിക്കും ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും ഈ സുഗന്ധധൂപത്തോടൊപ്പം തനിക്ക് യുക്തമാകുന്നു. കുലഹുന്യാവുമോ സ്വതഹായ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിച്ച ഉന്നതനും അത്യുത്കൃഷ്ടനുമായ ദൈവമേ, തൻ്റെ ശ്രേഷ്ഠമായ ഉണ്മയെ ഞങ്ങൾ സ്തുതിച്ച് ഏറ്റുപറയുന്നു. സ്വർഗീയ പിതാവിൻ്റെ വചനമായ ഏകപുത്ര നിൻ്റെ രക്ഷയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. നിന്ദ്യമായ മണ്ണിൽ നിന്നും തിരുമുമ്പാകെ സ്തുതിപാഠകരായി ഞങ്ങളെ നിർത്തിയ നിൻ്റെ പരിശുദ്ധ റൂഹായെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ഭൂമിയിലെ രാജാവായി ആദ്യ മനുഷ്യനായ ആദാമിനെ മേടമാസം 6-ാം തീയതി വെള്ളിയാഴ്ച നീ സൃഷ്ടിച്ച് അവൻ മഹിമയോടെ ഉല്ലസിപ്പാനും മാലാഹുമാർക്ക് ചാർച്ചക്കാരനാകുവാനും അവന് പറുദീസായിൽ വാഴിച്ചു. വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നീ അവനെ അതിൽ അവകാശിയാക്കി ഭൂമിയിലുള്ള സകലത്തിൻ്റെയും ആധിപത്യം അവന് നൽകി. എന്നാൽ 3 മണിക്ക് മോഹനീയമായ പഴത്തിൻ്റെ അടുക്കിലേക്ക് മൂഢതയാൽ അവനടുത്ത് എന്ന് വെമ്പലോടെ ഭക്ഷിച്ച് നഗ്നനായി തീർന്നു. ആദമേ, ആദമേ,
ആദമേ നീ എവിടെയാകുന്നു എന്നൊരു ഗംഭീര ശബ്ദം കേട്ടിട്ട്, എൻ്റെ നാഥ നിന്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ വിളിച്ചിരിക്കുകയാണെന്നവൻ മുഖലജ്ജയോടെ ഉത്തരം പറഞ്ഞു. നീ ക്രോധവും കോപവും പൂണ്ട് അനുസരണമില്ലാത്ത ദാസ, നിന്റെ അവകാശം വിട്ട് മുള്ളു നിറഞ്ഞ ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് പോക എന്നവനോട് കൽപ്പിച്ചു. ഈ വെള്ളിയാഴ്ച അവൻ കർത്തൃകൽപ്പനയാൽ പർദീസായിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു. അവൻ്റെ സഹായത്തിനായി സൃഷ്ടിക്കപ്പെട്ട ഹവ്വായോടുകൂടെ ഈ ദുഃഖകരമായ ജീവിതത്തിലേക്ക് അവൻ തള്ളപ്പെട്ടവനായി തീർന്നു. തൻ്റെ രാജകീയമായ സ്വരൂപം നശിച്ചു പോകുന്നത് തൻ്റെ കൃപയ്ക്ക് സമ്മതമാകായികയാൽ നിന്റെ സ്വരൂപരക്ഷയ്ക്കായി നിന്റെ വചനമായ അനാഥത്തിനെ നീ നിയോഗിച്ചയച്ചു. അവൻ പാപവികാരമെന്നെ ഭരണം നടത്തി ആദാമിനെ രക്ഷിപ്പാൻ വെള്ളിയാഴ്ച തന്നെ കുരിശാരോഹണത്തിന് ഒരുങ്ങിച്ചെന്നു. ഒരു ദുഷ്ടനെ എന്ന പോലെ ഹന്നായുടെ ഭവനത്തിൽ അവനെ അവർ ബന്ധനത്തിലാക്കി. കയ്യാപ്പായുടെ ഗൃഹത്തിൽ വെച്ചൊരു കുറ്റക്കാരനെ പോലെ അവനെ വടികൊണ്ട് അടിച്ചു. ബലഹീനൻ എന്ന പോലെ അവൻ തൂണിനെ കെട്ടിപ്പിടിച്ചു. പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് കുറ്റക്കാരനെ പോലെ അവനെ കൊലപ്പെടുത്തുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. വെള്ളിയാഴ്ച ആദാം സൃഷ്ടിക്കപ്പെട്ടു. മേടമാസം 14-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ നാഥനായ മശിഹാ തമ്പുരാൻ നമുക്ക് വേണ്ടി ജഡത്തിൽ കഷ്ടമനുഭവിച്ച് നമ്മെ രക്ഷിച്ചു. വെള്ളിയാഴ്ച ആദാം സൃഷ്ടിച്ച് വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ ആദാമിൻ്റെ മക്കളായ അശുദ്ധരിൽ നിന്ന് തുപ്പലേറ്റു. വെള്ളിയാഴ്ച മൃഗങ്ങളും ജന്തുക്കളും അവയ്ക്ക് പേരിട്ട് കിട്ടുവാൻ തലകുനിച്ചു വന്നിച്ചുകൊണ്ട് ആദാമിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടി. വെള്ളിയാഴ്ച യൂതന്മാരുടെ രാജാവേ നിനക്ക് സമാധാനമെന്ന് അപഹസിച്ച് പറഞ്ഞുകൊണ്ട് മശിഹായ്ക്കെതിരായിട്ട് സഭ കൂടി. ബാശാനിലെ അനേകം കാളകളും കാളക്കുട്ടികളും എന്നെ ചുറ്റി വളഞ്ഞുവെന്ന് ദാവീദ് പറഞ്ഞത് നിറവേറി. വെള്ളിയാഴ്ച ആദാമിൻ്റെ തലയിൽ രാജകീയമായ കിരീടം വയ്ക്കപ്പെട്ടു. വെള്ളിയാഴ്ച നമ്മുടെ കർത്താവിൻ്റെ തലയിൽ മുൾക്കിരീടം വയ്ക്കപ്പെട്ടു. ആദാം മഹിമയോടെ പ്രശോഭിച്ചുകൊണ്ട് പർദീസായിൽ 3 മണിക്കൂർ നേരം ഇരുന്നു. നമ്മുടെ കർത്താവ് ആദാമിൻ്റെ മക്കളായ മൺമേരുടെ അടിയേറ്റുകൊണ്ട് 3 മണിക്കൂർ ന്യായസ്ഥലത്ത് നിന്നു. വെള്ളിയാഴ്ച ഹവ്വ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നു. വെള്ളിയാഴ്ച 6-ാം മണിക്ക് ദീപവൃക്ഷമാകുന്ന മശിഹാ തമ്പുരാൻ കുരിശിലേക്ക് കയറി. വെള്ളിയാഴ്ച ഹവ്വ ആദാമിന് മരണകരമായ പഴം കൊടുക്കുകയും അവൻ തിന്നാത്മീയമായി മരിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച ജനങ്ങൾ നമ്മുടെ കർത്താവിന് കാടിയും കയ്പ് നീരും നീട്ടിക്കൊടുക്കുകയും താനത് കുടിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച ആദാം നഗ്നനായി 3 മണിക്കൂർ നേരം പർദീസായിലിരുന്നു. വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ 3 മണിക്കൂർ നേരം കുരിശന്മേൽ നഗ്നനായി കിടന്നു. വെള്ളിയാഴ്ച മരണമുള്ളവരായ മൺമയുടെ മാതാവായ ഹവ്വ ആദാമിൻ്റെ ഇടത്തുഭാഗത്ത് നിന്ന് പുറപ്പെട്ടു. ജീവന്റെ കാസായി മാൽവ്യപാനിയോ മശിഹാ തമ്പുരാൻ്റെ പിതാവിൽ നിന്ന് പുറപ്പെട്ടു. വെള്ളിയാഴ്ച ആദാമും ഹവ്വായും പാപം ചെയ്തു. വെള്ളിയാഴ്ച അവരുടെ പാപം ക്ഷമിക്കപ്പെട്ടു. വെള്ളിയാഴ്ച അവരിരുവരുടെയും കണ്ണുകൾ തുറക്കപ്പെട്ടു. തങ്ങൾ നഗ്നരാണ് എന്ന് അറിഞ്ഞു. വെള്ളിയാഴ്ച സത്യപ്രകാശം അവർ കുതിക്കുകയും ദുരാഗ്രഹിയായ മരണം അവരുടെ മേൽ വാഴുകയും ചെയ്തു. വെള്ളിയാഴ്ച മരണത്തിൻ്റെ അധികാരം പോയി. ആദാം ഹവ്വായും ദുഃഖത്താൽ തല താഴ്ത്തിക്കൊണ്ട് പർദീസയിൽ നിന്ന് പുറപ്പെട്ടു പോയി. വെള്ളിയാഴ്ച കുരിശടയാളം അവരെ സന്തോഷത്തോടെ പർദീസായിലേക്ക് തിരികെ കൊണ്ടുപോന്നു. വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ മഹത്വത്തിൻ്റെ വസ്ത്രം അഴിച്ചു കളഞ്ഞു. ആദാം ഹവ്വായും വൃക്ഷങ്ങളുടെ ഇടയിൽ വെച്ച് അഴിഞ്ഞു കളഞ്ഞ മഹത്വമുള്ള അങ്കിക്ക് പകരം അവരെ അത് വീണ്ടും ധരിപ്പിച്ചു. വെള്ളിയാഴ്ച സാത്താൻ്റെ വഞ്ചനയാൽ അവരെ നാണിപ്പിച്ചു. വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ സാത്താനെയും അവൻ്റെ സൈന്യങ്ങളെയും ലജ്ജിപ്പിച്ചു. വെള്ളിയാഴ്ച പർദീസായുടെ വാതിൽ അടയ്ക്കപ്പെടുകയും തങ്ങൾ അധപതിച്ച് നിന്ദരായി തീർന്നതിനാൽ സൗഭാഗ്യവാസികളായിരുന്ന ആദാം ഹവ്വായും അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു.
വെള്ളിയാഴ്ച പർദീസയുടെ വാതിൽ തുറക്കപ്പെടുകയും വലതുഭാഗത്തെ കള്ളൻ അങ്ങോട്ട് കടക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച പർദീസായെ സൂക്ഷിപ്പാൻ ക്രോബേന്മാർക്ക് മൂർച്ചയുള്ള വാൾ കൊടുക്കപ്പെട്ടു. വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ കുന്തം കൊണ്ട് കുത്തേറ്റ് മൂർച്ചയുള്ള വാൾ മുറിച്ച് ശത്രുതയാകുന്ന വേലി പൊളിച്ചു കളഞ്ഞു. വെള്ളിയാഴ്ച ആദാൻ രാജാവും പുരോഹിതനും ദീർഘദർശിയുമായി തീർന്നു. വെള്ളിയാഴ്ച യൂതരിൽ നിന്ന് രാജ്യത്വവും പൗരോഹിത്യവും ദീർഘദർശനവും എടുത്ത് കളഞ്ഞു. വെള്ളിയാഴ്ച ആനന്ദകരമായ പർദീസായിൽ നിന്ന് ആദാം ശാപഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി. വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ കുരിശിന്മേൽ നിന്ന് മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നവരുടെ അടുക്കലേക്ക് ഇറങ്ങി. ആദാം ബുദ്ധിഹീനതയാൽ ചെയ്തു പോയ സകലത്തെയും പാപമൊന്നൊഴികെ മശിഹാ തമ്പുരാൻ തൻ്റെ വ്യാപാരത്താൽ നിറവേറ്റി. മരണത്തെ താൻ ബലാൽ ജയിച്ചു, പാപത്തെ ശിക്ഷയ്ക്ക് വിധിച്ചു. ആദാമിനെ സംസ്കരിക്കുകയും മൽക്കീസദേക്ക് പൗരോഹിത്യം നടത്തുകയും അബ്രഹാം തൻ്റെ ഏകപുത്രനെ ബലി കഴിക്കുകയും ചെയ്ത സ്ഥലത്ത് തന്നെ രക്ഷിതാവായ യേശു തമ്പുരാൻ്റെ കുരിശുമരം നാട്ടി. രഹസ്യപൂർണമായ ചോരയും വെള്ളം അതിന്മേൽ വായിലേക്ക് ഇറ്റ് ആദാമിൻ്റെ വായിലേക്ക് ഇറ്റിട്ട് വീണു. നമ്മുടെ അടുക്കൽ നമുക്ക് വേണ്ടി താൻ ചെയ്ത വ്യാപാരത്തിന് വേണ്ടി നാം തനിക്കും തൻ്റെ പിതാവിനും തൻ്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും വന്ദനവും കരേറ്റണം. ഹോശോ ബബ്കൂല സുബാൻ ലവൽ മീൻ മെനാലോ ഹോനകാബൽ ഹോസോയോദ് ഹൗബി വൽസുബുക്കോനോ ദൗതോഹെ ബത്രായിഹുൻ ഒൽമെൻ ഓലം ഒൽമീൻ. പ്രതിരുചാൻ ദേവേശൻ സ്ലീബാ മേലേറെ പാതാള കോട്ട തകർത്താൻ മൃദലോകം പോകി കഥകുകളും ചെമ്പോടാമ്പലുമൊപ്പം അഴകറ്റോന ആദാമിനു ജീവൻ നൽകി തന്നുദ്ധാരത്തെ നമ്മീടുമാതാവിൻ സുദർയാനം ചെയ്യേണ്ടോരക്കബറേ നുംബറുകേ ഹല്ലേലൂയ. ശുഭോല ബോല ബ്രോൽ റോഹോ കാദേശോ മിനാലം ആദമൽ ഗോലം വൽമീന മിനാഹി ഏലയ്യ ജഗദീനാഥൻ ദേവസുതൻ സ്കീപാ ആയിന്നെ മൗലിതമേച്ചാത്മത്തെ തൻ പിതൃവാ നീലേകി പാറകൾ കീറി കല്ലറകൾ വീണ്ടും സൃഷ്ടികളെല്ലാം ആശ്ചര്യം പൂണ്ടു ദേവസുതൻ ദേവിലാവയ്യോയൂതൻ മാർച്ചീന്തി പുണ്യം ലോകത്തിനു നൽകും ജലവും ശോണിതവും ഹല്ലേലൂയ പ്രവഹിച്ചതിൽ നിന്നും. കള്ളന്റെ വിശ്വാസം ഏറ്റവും വലുതും യഥാർത്ഥവുമാവുന്നു. മരത്തിൽ തൂക്കപ്പെട്ടിരിക്കുന്ന അവന്റെ നാഥനോട് അവൻ പാപപരിഹാരം യാചിച്ചു. അവന്റെ കൈകളും കാലുകളും ആണികളാൽ തറയ്ക്കപ്പെട്ടു. എന്റെ അകൃത്യം ക്ഷമിക്കണമേ എന്നവൻ പറഞ്ഞു. ശമോൻ തന്നെ ഉപേക്ഷിച്ച് പറഞ്ഞു, യൂഹാനോൻ അകലെ നിന്നു. നിന്റെ രാജ്യത്തിൽ നീ എന്നെ ഓർക്കണമെന്ന് കള്ളനായിട്ട് സ്തുതി പറയുകയും ചെയ്തു. ബാറക്കുമോ. മരത്തിന്മേൽ തൂക്കപ്പെട്ടു കള്ളന്മാരുടെ ഇടയിൽ സൂര്യൻ അതിന്റെ കിരണങ്ങൾ
തന്റെ സ്വശക്തിയാൽ ഭൂമിയെ രൂപപ്പെടുത്തുകയും ആകാശത്തെ വിരിക്കുകയും ചെയ്തവൻ വസ്ത്രപുരം നഗ്നനായി കിടക്കുന്നത് ആകാശവും ഭൂമിയും കണ്ടപ്പോൾ ഇളകിപ്പോയി. ഞങ്ങൾക്കായി നീയേറ്റൊരു പീഡ താഴ്ചകളേറ്റം ധന്യം നാഥ. ആണികൾ കയ്യിൽ വെന്തില്ലേതോ നിൻഹന്താക്കൾ സ്വയമേ താണോരു സിംഹക്കൂട്ടി ഏതനിൽ മൃതനാ ആദാമിന്നുയേ നൽകാൻ തീരാ മൃതിനീറ്റു ക്രൂശിൽ മൃതിയേറ്റോനുച്ചത്തിൽ ഘോഷിച്ചപ്പോൾ ശിലകൾ വീണു തീയേറ്റതുപോൽ കല്ലുകൾ കീറി ബഹുസംഭ്രമമോടലറി ഭൂമി പെൺസിംഹം പോൽ സൃഷ്ടികൾ ചീറി പ്രഭയോലം പൂക്കൾക്കായി പകരം ദാഹിച്ചപ്പോൾ കടുവിഞ്ഞേകി റോസാ പുഷ്പങ്ങൾക്കായി പകരം അവിവേകത്താ ആദുഷ്ടന്മാ മുള്ളിൻ മുഴിതൻ തലയിൽ ചാർത്തി പാടേറ്റോനെ ജീവാത്മജനെ റോഹാസഹിതം താനനിലേക സ്തുതിരേ സ്തുതിയാം താരും സർവ സ്വത്രപ്പൂവേൻ കുലയും ദേയോ മകുടത്തിന്മേൽ ലണിയിക്കുന്നു ദിൽവീതിയേൽക്കുമ്പോൾ വിധിച്ചേരുവേ ഞങ്ങളെ ഈശാ ശീഹാസ്കീപമൃതി കഷ്ടതകൾ കായ്വന്നോനെ പ്രാർത്ഥന കേട്ടിട്ടാൽ മക്കളിൽ ഉണ്ടാകേണം ദേവാ ദയുണ്ടാകേണം നാദാ കൃപതോ നീളമൻപ ചൊന്ന ദുഃഖധ്വനിയോടേവം ഞാൻ ശ്രദ്ധിച്ചു ചൊല്ലും നോരാവചനമതെന്തെന്നറിയാനായി നാദാ സീയോൻ കോട്ടതകർക്കട്ടെ നിൻ സ്ലീബ നിന്നെ ദേഷിച്ചൊരു കണ്ണുകളന്തതപോകട്ടെ ദേവാ ദയുണ്ടാകേണം നാദാ കൃപതോ നീളമൻവാ പാടേറ്റോനെ പാടിന് വിട്ടൊരു താരൻ സ്തുതി പീഡാഹീനസ്തുതി ഞങ്ങൾക്കായി പാടേറ്റോനെ പീഡാഭൃതിഹീന വന്ദിക്കുന്നേ പ്രഭയാമേഘ പ്രകൃതത്തിനായി സ്തോത്രം ദേവാ
ദയുണ്ടാകേണം നാഥാ കൃപതോ നേടമൻപ നാദാ പൂവാനം നിൻ പീഡയതിൽ ക്ലേശിച്ചു മാനോ മാനോ നിൻ താഴ്മയിലതിവിസ്മയമാർന്നു ദേവാ ദയുണ്ടാകേണം നാഥാ കൃപതോ നേടമൻപ ദുന്നിന്ദൻ മൃതിയാൻ മരണത്തെ കൊന്നു പാതാളസ്ഥർക്കായി വിടുതൽ കൊടുത്തോ സൃഷ്ടികളെയെല്ലാം കൈകളിലേന്തിക്കൊണ്ടുടയോ നിന്നാനാ കാൽവരി മീതെ വീഴ്ചഭവിച്ചോനാ ആദാമിൻ പേർക്കായി രക്ഷകനായി പാരിൻ നടുവിലുദിച്ച സൃഷ്ടികളെ ജീവ ധ്വനികമ്പിപ്പിച്ചു തിരുമഹിമാവോദാ പരിശുദ്ധന്മാർക്കുയിരേകി ഭൂസ്വർഗ്ഗങ്ങൾ തൻ മധ്യക്രൂശിതനായി സ്കീപ്പായാലെങ്ങും ശാന്തി പരന്നു സ്കീപായിക്കാർന്നു ഏകസുതൻ തന്നെ യെരൂശലേംകാര സ്ത്രീദുഷിച്ചു അറിയാതെ എന്നാലും പ്രവചനവാക്യത്തിൽ ശാപത്തെ ഘോഷി ചതികം കേണു കാതകർഗത്തോ അടിമത്തീന പോയിടുന്നതിന ലേവം ഭാരം രോഗിച്ചു നിരുവമ സന്തോഷം നൽകിയവനായി നാരികളെ കേഴും എന്തിനു നിങ്ങൾ സ്പർദ്ധീക്കത്താവി ഡംഭികളിൽ മൃതിയിൽ വെന്തിടട്ടെ സിപായിൻ മീതെ ഹതമാം തേജസ്സേ വഞ്ചകരെ കൽപ്പിച്ചില്ലാതാക്കൂ സൃഷ്ടികളിൽ വാക്കും പ്രഭയും ചേർപ്പോനെ ഏറ്റം നാണതിനാ അവ നിന്നെ കീർത്തിക്കട്ടെ തിരുബഹുമാനത്തെ നിരസിച്ചോരാകും ജനതയ്ക്കായി ശാപം ഘോഷിക്കട്ടെ സൃഷ്ടി സമൂഹത്തിൻ പതിയെ ക്രൂശിതനായി ശ്രീവൃക്ഷത്തിൽ ദർശിച്ചപ്പോൾ ആത്മീയന്മാർത്തൻ നിവഹം ശോഭിച്ചു അഗ്നിമയന്മാരും സംഭ്രമമാർന്നു ക്രൂശകവൃന്ദത്തെ ചെന്നു നശിപ്പിപ്പാൻ ഗബ്രിയേൽ നോക്കി തോഴൻ മീഖായേൽ താനും തിരുവുള്ളത്താൽ തൻ തരുവിൽ ക്രൂശിതരായി അഗ്നിമയന്മാരെ ശോഭിക്കേണ്ട
തനോജന്തൻ മഹിമേറ്റോതി സ്തോത്രം ഘോഷിച്ച മോഷ്ടാവീനാൾ അധിവാസോണീശ നീ നിൻ രാജ്യത്തിൽ വന്നിടുന്നേട തോൽക്കണമെന്നേ എന്നോളം നീ കാക്കേണ്ടെന്നോ നീ ഉയർഗതിയാകുന്നോ രക്ഷാരത്തെ താനേകി തരുവിൽ ക്രൂശിച്ചോ കണ്ടി തടിയാൻ സൂര്യൻ കരുകളെ നീക്കി സിപായിൻ മീതെ ഭൂപതിയർഗീക്കും ബഹുമതി നൽകി അന്തരപൂണ്ടിടും ജനനിവിവർത്തിന്മേ എങ്ങനെയാ സൂര്യൻ സ്വപ്രഭയെ ശോഭിപ്പിക്കും ക്രൂശകവൃന്ദത്തെ നൊളി നൽകിയിടായ്വാൻ രശ്മികളെ നിഷ്പ്രഭമാക്കി ജീവമയൻ ജീവൻ മൺമയനേകീട സ്ലീവായിൻ മീതെ മരണം കൊണ്ടു സാക്ഷിച്ചിടുന്നു തൽഹൃദയേ വെള്ളം ഘോഷിക്കുന്നേറ്റം ജീവനരക്തം ദൈവിക കുഞ്ഞാടെ നിൻമൃതി സത്യം ദാ ഉന്നതപുത്രാദി ജീവനിടുന്നോർ സത്യം ദാ ഉയരുടയോ നാം നീ മൃതനായി വാഴുന്നു ഭൂമിയിലും മേലും സീമയിലെങ്ങും. എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ ഇരുവശങ്ങളിലായി ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ തമ്മിലുള്ള സംവാദം ഗീത രൂപത്തിൽ പിതാക്കന്മാർ ഈ ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ശുശ്രൂഷകർ അത് പാടും. ആ സമയത്ത് പുസ്തകത്തിൽ നോക്കിയിരുന്ന് അതിൻ്റെ അർത്ഥം ധ്യാനിക്കുവാൻ, കർത്താവിൻ്റെ കഷ്ടപ്പാടിൽ താതാത്മ്യം പ്രാപിക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർമ്മ. പൂജാദികളെ വന്നെത്തി തസ്കരനാദം ശ്രദ്ധിപ്പിൻ തന്മധ്യഗതം സംവാദം നേരായാരാനീക്ഷിപ്പിൻ മധ്യകർത്താവിൻ സ്കീപ ചായാത്തൊരു ന്യായാധീപനായി സത്യമഴും ത്രാസെന്നോണം തദ്വചനം നന്നായി തൂക്കി നിഖിലേശനോടോദീച്ചോരൻ നിൻ വരവെന്നാളോർക്കെന്നേ അവ്യയരാജീ കാരുണ്യം തടവന്യേ ഞാൻ കാണട്ടെ. ഇടതുവശത്തായി ക്രൂശേറ്റോൻ തോഴൻ കേട്ടേവം ചൊന്നാൻ എന്തിനിവൻ രാജാവെങ്കിൽ നിന്യാസ്കി പാമേലേറി നിൻ സ്നേഹിതനാം ഞാൻ
നമ്പി സ്ലീബായാൽ നാം വീർപേട്ടു വെണ്മയണിഞ്ഞോൻ രക്തത്താൽ ഉയരരുളി ധൈര്യം പൂണ്ടേ നമ്മെ പോലാണികളേന്തി പാടേൽപ്പതു കാണുന്നില്ലേ രാജ്യം തരുവോനാമെങ്കിൽ സ്വയമൊഴിവാകട്ടെ നമ്പ കർത്തൃവചസാം താക്കോലാൽ ഏതൻ തോട്ടം പോകും ഞാൻ നീ തെറ്റിപ്പോയി തെറ്റവനിൽ ചൊന്നെ തെറ്റിക്കേണ്ട തിരുവിൽ നമ്മെ പോൽ തൂങ്ങി കഷ്ടത നമ്മെ കാളേറ്റാൻ രാജാവെങ്കിൽ ലഗിയോന വന്നിഹ ശാപം നീക്കട്ടെ ഈശോ പാരിൽ തരുവിന്മേൽ വാനത്തഗ്നി തീരിന്മേൽ പ്രകൃതികളുടെയോനേറ്റു തൻ ക്രൂശേറ്റ താൽവ്യമ്പി നിൻ ശ്രേഷ്ഠന നീ സൂക്ഷിക്ക മുതുകിൽ ചാട്ട് പാടില്ലേ നീ മഹിമയവൻ നോതുന്നു നീ ചൊന്നതിനിയാർ നമ്പും ആദാമിൻ ശാപം പോക്കാൻ മൺമുള്ളുകളെ തന്മുള്ളാൽ നീക്കിയൊരീശോ നൃപനല്ല ദാർക്കും കഴിവില്ലതു ചെയ്യാൻ അരുളിയ ബോൾസ്കി പായേറ്റോൻ പറുദീസ നിനക്കേകട്ടെ നീ കാണാത്തോരിതെനിലേക്കെങ്ങനെയവനേറ്റും നിന്നെ ഈ മരണം പാതാളത്തിൻ പ്രാഗൽഭ്യത്തെ മായിച്ചു അതിനെ തന്നാദം വീഴ്ത്തി ധൂളിപ്പാൻ താൻ പോകുന്നു ഞെങ്ങി ഞെരുങ്ങി പാടേറ്റാൻ കൈപുകുടിച്ചു കുത്തേറ്റു കഷ്ടത നിറയുന്നോനേ ഞാനെങ്ങനെ രാജാവെന്നോതും പാറകൾ പിളരും നാദത്തെ ശ്രദ്ധാപൂർവം കേട്ടാലും സിദ്ധാസ്തികളും നീക്കുന്നു എന്തിന വിശ്വാസം തോഴാ സൃഷ്ടികളിളകി ഭൂതങ്ങൾ ഞെട്ടി നീക്കൂസുന്നില്ല കല്ലുകൾ ചിന്നി വ്യാജം വീട്ടുപറഞ്ഞേൽക്കുക ജീവൻ ആരാഞ്ഞാൽ തൻ മാഹാത്മ്യം പലതും നിന്നോടോതിയിടും സൃഷ്ടികളവനെ സാക്ഷിപ്പൂ ഇളകുന്നകിലം തൻ പാടിൽ ലിഖിതമായുള്ളവ
ഇതം മൂലം രാജാവേ ഇവനെ വിളിച്ചാൻ പീലാത്തോസ് സാക്ഷികൾ പോലവരാർത്തതിനാൽ നൃപനെന്നതീടയേണ്ട. നമ്മൾക്കിടയിൽ സ്കീപ്പായും അതിരാം കുഴി നീറിട്ട വാമസുതാ നിൻ സലമേൽക്കാം വലതുവശം നാമകമല്ലോ. സ്ലീവ തുറന്നു പാതാളം സൂര്യനിരുണ്ടു ക്ഷിതിഞ്ഞേട്ടി രണ്ടായി വാതിൽ മറകീറി സർവം സാക്ഷിച്ചുടയോനേ. ഭൂമരുവും സൃഷ്ടികളെല്ലാം ഉഴറും ധ്വനിയും നീ കേൾക്കാം. തൻ ശബ്ദത്താൽ ബിയാർന്നീ ഭൂഭിത്തികളാടിയിടുന്നു. പാതാളത്തിനെത്തിയിടും മൃതരുടെ ബഹളം തോഴാകേൽ ഞാൻ നമ്പിയ ജീവപ്രദനാം യേശുവിനെ നീ സൂക്ഷിക്ക. ആദാമുണരാൻ മൃതിയേറ്റാൻ മൃതികതരവനെ നോക്കുന്നു. അവനാദത്തെ വിടുവിക്കും നീതനിലെന്നെ ഏറ്റുന്നു. സ്വഹിതത്താൽ മൃതിയേറ്റ പരസുതനെ ദുഷിച്ചിടുന്നു. പൊത്തുക ദുഷിയേറും വായ് നീ ഞാൻ നമ്പിയ ശ്ലീബാധന്യം. ഏറ്റുപറഞ്ഞേതെന്താനോ തവനേറിയിടും എന്നോതുകയാൽ നാദാ നിന്നെ ഞങ്ങളെ വരവിൻ നാളോർക്കാം. ഏവരുമെന്നെ നിന്നേച്ചു ചുണ്ടുമലർത്തി തലയവരാട്ടി. ബാറയ്ക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നമ്മുടെ കർത്താവിന് സ്തുതിയും ഞങ്ങളുടെയും നിങ്ങളുടെയും മേൽ തൻ്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്നും 9-ാം മണി സമയത്ത് യേശു തമ്പുരാൻ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന അർത്ഥത്തിൽ ഏലി ഏലി ലമാ ശബക്താനി എന്ന ചുത്തത്തിൽ വിളിച്ചു പറഞ്ഞു. അവിടെ നിന്നവരിൽ ചിലർ ഇത് കേട്ടിട്ട് ഇവൻ ഏലിയാവെ വിളിച്ചതാണെന്ന് പറഞ്ഞു. ഒരുവനോട് ചെന്ന് സ്പോഞ്ച് ചൊറുക്കായിൽ മുക്കി അവനെ കുടിപ്പിക്കുവാൻ ഒരു കോലിൽ കെട്ടി. മറ്റു ചിലരാകട്ടെ ക്ഷമിപ്പീൻ, ഏലിയാവെന്ന് അവനെ ഇറക്കുന്നുവെങ്കിൽ കാണട്ടെ എന്ന് പറയുകയും ചെയ്തു. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ മാതാവും മാതൃസഹോദരിയും ക്ലയോപ്പ മറിയാമും മഗ്ദലക്കാരത്തി മറിയാമും നിന്നിരുന്നു.
യേശു തൻ്റെ മാതാവും പ്രിയപ്പെട്ട ശിഷ്യനും അടുക്കൽ നിൽക്കുന്നത് കണ്ടിട്ട് മാതാവിനോട്, സ്ത്രീയെ, ഇതാ നിന്റെ മകനെന്ന് പറഞ്ഞു. പിന്നെ അവൻ ശിഷ്യനോട്, ഇതാ നിന്റെ മാതാവെന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് കൈക്കൊണ്ടു. അനന്തരം യേശു തമ്പുരാൻ സകലവും നിവർത്തിയായി എന്നറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവർത്തിക്കപ്പെടുവാൻ വേണ്ടി, എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞു. അവിടെ ഒരു പാത്രം ചൊറുക്കാൻ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോഞ്ച് ചൊറുക്കായിൽ മുക്കി ഈസോപ്പ് തണ്ടിൽ വെച്ച് യേശുവിൻ്റെ വായോട് അടുപ്പിച്ചു. യേശുവാകട്ടെ ചൊറുക്ക സ്വീകരിച്ച ശേഷം നിവർത്തിയായിരിക്കുന്നുവെന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ, എൻ്റെ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ അവിടുത്തെ കൈകളിൽ ഏൽപ്പിക്കുന്നുവെന്ന് ഉച്ചത്തിൽ അട്ടഹസിച്ച് പറഞ്ഞു. തലചായ്ച്ച് തൻ്റെ പ്രാണനെ വിട്ടു. ഉടൻ തന്നെ ദേവാലയത്തിലെ തിരശ്ശീല മേൽത്തൊട്ടടി വരെ രണ്ടായി ചിന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കല്ലറകൾ തുറക്കപ്പെട്ടു. മരിച്ചുപോയ അനേക വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉത്ഥാനം ചെയ്തു. അവർ പുറപ്പെടുകയും അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ വിശുദ്ധ പട്ടണത്തിൽ പ്രവേശിക്കുകയും പലർക്കും കാണപ്പെടുകയും ചെയ്തു. യേശുവിനെ കാത്തുകൊണ്ടിരുന്ന ശതാധിപനും കൂടെയുള്ളവരും ഭൂമി കുലുക്കവും ഉണ്ടായ മറ്റു സംഗതികളും കണ്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇവൻ സത്യമായിട്ടും ദൈവപുത്രനായിരുന്നുവെന്ന് പറഞ്ഞു. ഇത് കാണുവാൻ കൂടിയിരുന്ന ജനമെല്ലാം സംഭവിച്ച സംഗതി കണ്ടിട്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. ലമോറിയോസ് ഗുത്തോ മൃതിയാലാടിയാരുടെ മൃതി ഓർക്കുയിരും ഞങ്ങൾ കരുൾ കൃപയും മൃതിയാ നടിയാരുടെ മൃതിവോ ഓർക്കുയിരും ഞങ്ങൾ കരുൾ കൃപയും മൃതിയാ നടിയാരുടെ മൃതിവോ കിയമസിഹാ മൃതരാ ഓർക്കുയിരും ഞങ്ങൾ കരുൾ കൃപയും സ്തുതിയും താതനും മഹിമാ വന്ദനങ്ങൾ ശുദ്ധ മായിനും ഉൾകൃപവാദികളാ ഞങ്ങളിലും മേലുൾ എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കാം. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട PK കോശിയച്ചൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു വലിയ വെള്ളിയാഴ്ചയിലേക്ക് ദൈവം നമ്മെ കൂട്ടിവരുത്തിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകാൽ ദീർഘമായ ഒരു പ്രസംഗത്തിന് ഈ അവസരം വിനിയോഗിക്കുന്നില്ല. ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം പങ്കുവെച്ചുകൊണ്ട് സ്ലീബ ആരാധനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുക. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നമുക്ക് സുപരിചിതമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം
ലോകത്തെ സ്നേഹിച്ചു. 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ധാരാളം ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ടെങ്കിലും ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. ഈ വേദഭാഗത്തിലും നമ്മെ ഓർപ്പിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രൻ എന്ന് ഒരു വലിയ അനുഭവമാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകി. വേദപുസ്തകം അങ്ങനെയാ പറയാം. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്നു, ദൈവത്തിൻ്റെ ഏക പുത്രൻ. ഓരോ ആരാധനയുടെയും പ്രാർത്ഥനകൾ പൂർത്തീകരിക്കുമ്പോൾ അവിടെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനായ പുത്രനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുക. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു പിതാവ് തൻ്റെ ഏകജാതനായ പുത്രൻ, അതിൻ്റെ വേദനകളും അതിൻ്റെ നൊമ്പരങ്ങളും ഒക്കെ വാക്കുകൾ ഉപരിയാണ്. അബ്രഹാം തൻ്റെ ഏകജാതനായ മകനെ ബലി കഴിക്കുവാൻ വേണ്ടി കൊണ്ടുപോയ സന്ദർഭവും ആ അബ്രഹാമിനോട് തൻ്റെ മകൻ ചോദിച്ച ചോദ്യമൊക്കെ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. അതിനേക്കാൾ ഉപരിയാണ് ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും തിരിച്ചു കിട്ടുമെന്നുള്ള സ്വപ്നം പോലും ഇല്ലാതെ പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചതിൻ്റെ ഭാഗമായി പുത്രനായ ദൈവത്തിനെ ബലിയായി അർപ്പിക്കുവാൻ വിട്ടുകൊടുക്കുക. ഈ വലിയ വെള്ളിയാഴ്ചയിൽ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്ന്, ഏകജാതനായ പുത്രൻ കുരിശിൽ മരിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, ഒന്നാമത് പറയും, പറുദീസയുടെ അതിർത്തികൾ വിസ്തൃതമാക്കുവാൻ വേണ്ടിയാണ് ഈ വലിയ വെള്ളിയാഴ്ചയുടെ അനുഭവം. ആദമും ഹവ്വയും പാപം ചെയ്തു, അവരെ പറുദീസയിൽ നിന്ന് പുറത്താക്കി, അവിടെ കാവലിന് ക്രോബകളെ ഏൽപ്പിച്ചു. ദൈവം അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ പറുദീസ മനുഷ്യന് അന്യമായി പോവുകയാണ്. ആ പറുദീസയിലേക്ക് അവനെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. എന്ന് പറഞ്ഞാൽ, വീണ്ടും നമ്മൾ നഷ്ടപ്പെടുത്തിയ എല്ലാ അനുഭവങ്ങളിലേക്കും ദൈവം നമ്മളെ തിരിച്ചു വിളിക്കുകയാണ്. നമ്മൾ നഷ്ടപ്പെടുത്തിയ ആ ദൈവിക അനുഭവം, നമ്മൾ നഷ്ടപ്പെടുത്തിയ ആ മകനെന്ന വിളി, നമ്മൾ നഷ്ടപ്പെടുത്തിയ അനുസരണക്കേടിൽ കൂടി നഷ്ടപ്പെടുത്തിയ ആ ഏദന്റെ അനുഭവം, അവിടേക്ക് ദൈവം തമ്പുരാൻ നമ്മെ തിരിച്ചു വിളിക്കുകയാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരെ സ്നേഹിക്കുന്നതിന് പിന്നിലും ഒരു ലക്ഷ്യമുണ്ടാവും. എന്തെങ്കിലുമൊക്കെ നമ്മൾ മറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും. അത് ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നതുകൊണ്ടായാലും, അപ്പനും അമ്മയെ സ്നേഹിക്കുന്നതിനായാലും, മക്കളെ സ്നേഹിക്കുന്നതിനായാലും, നമ്മുടെ സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നതിനായാലും, നമ്മൾ അറിയാതെ ചില നേട്ടങ്ങൾ നമ്മൾ ഉള്ളിൽ സ്വാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ലോകപ്രകാരം ഒന്നും അല്ലെങ്കിലും ചില ഹാപ്പിനെസ് എങ്കിലും, ചില സന്തോഷത്തിനു വേണ്ടിയെങ്കിലും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടാവാം. ദൈവം അതുപോലും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹത്തിന് ഒരു പുതിയ മാനം ദൈവം തരികയാണ്. ആ ഏകജാതനായ പുത്രനെയാണ് സ്നേഹത്തിൻ്റെ അടയാളമായ ചുംബനം കൊണ്ട് തൻ്റെ കൂടെ നടന്നവൻ ഒറ്റിക്കൊടുക്കുന്ന അനുഭവം. അതുകൊണ്ട് ദൈവം സ്നേഹിച്ചതുപോലെ ഉപാധികളില്ലാതെ, ദൈവം സ്നേഹിച്ചതുപോലെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ ആത്മാർത്ഥമായി അവരുടെ നന്മകളിലേക്ക്
തിരിച്ചു വിളിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു കഷ്ടാനുഭവത്തിൻ്റെ സ്മരണയിലാണ് നമ്മൾ. രണ്ടാമത് എന്തിനു വേണ്ടിയാണ് ഈ കഷ്ടാനുഭവം ചോദിച്ചാൽ, ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് തരുന്ന ഒരു വലിയ ചിന്തയുണ്ട്. ദൈവം തമ്പുരാൻ കുരിശിനും മനുഷ്യനും മാനം നൽകുവാൻ തക്കവണ്ണം കുരിശിക്കപ്പെട്ട അനുഭവമാണ്. കുരിശിനും മനുഷ്യനും മാനം നൽകുവാൻ തക്കവണ്ണം ദൈവപുത്രൻ കുരിശിക്കപ്പെടുകയാണ്. കുരിശ് അധർമ്മികൾക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ടിരിക്കുന്ന അനുഭവമായിരുന്നു. കുരിശ് പാപികൾക്ക് വേണ്ടി മാത്രം വിധിക്കപ്പെട്ട അനുഭവമായിരുന്നു. എന്നാൽ ഏകജാതനായ പുത്രൻ ആ കുരിശിൽ തൂങ്ങിയതോടുകൂടെ ആ കുരിശ് ജീവന്റെ, രക്ഷയുടെ, വലിയ സന്തോഷത്തിൻ്റെ, പ്രത്യാശയുടെ, നന്മയുടെ അനുഭവമായി ഒരു പുതിയ മാനം കുരിശിന് വരികയാണ്. മനുഷ്യനും അതുപോലെ തന്നെയാണ്. ഒരു പക്ഷെങ്കിൽ മനുഷ്യനെ പറ്റി വേദപുസ്തകത്തിൽ പറയുമ്പം അവന് 3 ഭാവങ്ങളാണ്. മനുഷ്യന് മറ്റൊരു ഭാവമുള്ളത് മാലാഖയുടെ ഭാവമാണ്. മനുഷ്യന് മറ്റൊരു ഭാവമുള്ളത് പിശാചിൻ്റെ ഭാവമാണ്. മനുഷ്യന് മാലാഖമാരാക്കുന്ന നോമ്പാണ് നമ്മൾ സ്വീകരിക്കുന്നത്. മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ അവൻ പിശാചായി മാറുകയും ചെയ്യാം. അപ്പോക്രിഫ പുസ്തകത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ലോകത്ത് ഏറ്റവും ബഹുമാന്യമായ വർഗം ഏതാണ്? അതിന് ഉത്തരം തൊട്ടടുത്ത വാക്യത്തിലുണ്ട്, അത് മനുഷ്യവർഗമാണ്. ഏറ്റവും അധമമായ വർഗം ഏതാണ്? അതും മനുഷ്യവർഗമാണ്. ഏറ്റവും ബഹുമാന്യമായ വർഗം മനുഷ്യവർഗമാണ്. ഏറ്റവും അധമമായ വർഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും മനുഷ്യവർഗം. അതുകൊണ്ട് മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തിൽ മാലാഖമാരാവാം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധം വിട്ട് പിശാചിൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെ അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെടുന്നവരായി തീരുവാൻ നമുക്കിടയാണ്. കർത്താവ് കുരിശിൽ മരിച്ചത് നമ്മെ മാലാഖമാരാക്കാനാ, നഷ്ടപ്പെട്ട അനുഭവങ്ങളിലേക്ക് തിരിച്ചു വിളിക്കാനാ. അതുകൊണ്ട് കുരിശിനും മനുഷ്യനും മാനം നൽകുന്ന ഈ കഷ്ടാനുഭവത്തെ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്കിടയാണ്. ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നവർ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള, ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന, ഇന്ന് മനോരമ പത്രത്തിലും അതിൻ്റെ ഒരു വാർത്തയുണ്ട്, ആടുജീവിതം എന്ന സിനിമയെ പറ്റി. ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. കുറെ നാൾ മുമ്പ് അതൊരു നോവലായിരുന്നു, ബെന്യാമിൻ എഴുതിയ ആടുജീവിതം. അതിനു മുമ്പ് നജീബ് എന്ന് പറയുന്ന മനുഷ്യന്റെ പച്ചയായ ജീവിതമായിരുന്നു പിന്നീട് നോവലായതും ഇന്ന് സിനിമയായതും. അതിനകത്തിൽ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: എല്ലാ രീതിയിലും എല്ലാവരാലും ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ, അവൻ മരുഭൂമിയിൽ പ്രവാസത്തിലും പട്ടിണിയുടെയും ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിൽ ഇത്രയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഒരു മനുഷ്യന് കഴിയുമോ? ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചേ. നമ്മൾ ജീവിക്കുന്ന എന്തിനാ? മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാനും. അങ്ങനെ സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ, സ്നേഹിക്കപ്പെടാൻ ആരുമില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് യാതൊരു അർത്ഥവും ഇല്ല. ഈ മനുഷ്യൻ മരുഭൂമിയിൽ പ്രവാസത്തിലായിരുന്നപ്പോഴും അവൻ്റെ ഉള്ളിൽ മറ്റൊരു സ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാൻ അവനൊരാൾ ഉണ്ടായിരുന്നു എന്ന ബോധ്യമാണ് അവനെ നിലനിർത്തുന്നത്. കർത്താവ് മനുഷ്യനായി ജീവിച്ചു. എല്ലാ ഒറ്റപ്പെടലുകളിലും കർത്താവ് നേരിട്ടു. കൂടെ നിന്നവരൊക്കെ ഓടിപ്പോയി, സൗഖ്യം കൊടുത്തവരൊക്കെ തള്ളിപ്പറഞ്ഞു, കൂടെ ചേർത്ത് നിർത്തേണ്ടവർ, കഷ്ടപ്പാടിൽ നൊമ്പരങ്ങളിൽ കണ്ണീരൊപ്പേണ്ടവർ, ചോരത്തുള്ളികൾ ഒപ്പിയെടുക്കേണ്ടവരൊക്കെ ഓടിപ്പോയി. എല്ലാവരാലും ഒറ്റപ്പെട്ടു. പക്ഷെങ്കിൽ കർത്താവ് ബോധ്യത്തോടുകൂടി കഷ്ടാനുഭവം ഏറ്റത്
ആ വലിയ മനുഷ്യാവതാരത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ എന്നെയും നിങ്ങളോടുമുള്ള സ്നേഹത്തെ പ്രതിയാണ്. അതുകൊണ്ട് കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദൈവം തന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് തിരിച്ച് നന്ദിയായി നമുക്ക് അർപ്പിക്കാനുള്ളത്. വേറൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. സമ്പത്ത് ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ സ്ഥാനമാനങ്ങൾ, നമുക്കുള്ള ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെങ്കിൽ ദൈവം എനിക്കും നിങ്ങൾക്കും തന്ന ജീവിതം, ദൈവം സ്നേഹിച്ചതുപോലെ ആത്മാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കാൻ, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ, ഏകാന്തതയിലും ഒറ്റപ്പെട്ടിട്ടിരിക്കുന്നവരുമായവരെ കൂട്ടിച്ചേർക്കുവാൻ കഴിയുമ്പോൾ ഈ കഷ്ടാനുഭവത്തിന് നമ്മൾ ജീവിതം കൊണ്ട് മറുപടി പറയാം. അപ്രകാരം നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കഷ്ടാനുഭവത്തിനുള്ള ഒരു നല്ല അനുഭവമായി ദൈവത്തിന് തിരിച്ചു കൊടുക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കട്ടെ. ഇപ്പോൾ സ്ലീബ ആരാധനയുടെ പ്രത്യേകമായ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. അതിൻ്റെ അവസാനത്തിൽ സ്ലീബ മുത്തുവാനും അകത്തൂടിയുള്ള പ്രദക്ഷിണം പൂർത്തീകരിച്ച് കബറടക്ക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.